നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാൽ സർ, അവള് പോയോ? വിശാൽ സർ എവിടെ പോയി? വിശാൽ സർ, വിശാൽ സർ, സർ, വിശാൽ സർ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഓ, ഇവിടെയുള്ള ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല, ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം ആരെയോ വിളിച്ച് നന്നാക്കിയതാ. ഇന്നതേ വീണ്ടും ഡെഡായി. സർ, ഈ വീട്ടിനകത്ത് ആരോ കയറിയിട്ടുണ്ട്, ഞാൻ കണ്ടതാ. ഏയ്, ഈ വീട്ടിനകത്ത് കയറാനേ ഒരു കള്ളനും ധൈര്യപ്പെടില്ല. ഇതേ ഗായത്രി വില്ലേ? അല്ല, കയറി. ഞാൻ കണ്ടു മനസ്സിലായപ്പോ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിപ്പോയി. അത് ശരി, ആള് പുറത്തേക്ക് പോയി. ആ, ഇനിയിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അവനെ വന്ന വഴിയെ പോയിട്ടുണ്ടാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് കറണ്ട് വരുന്നവരെ ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കാം. അങ്ങനെ നിന്നാ നേരം വെളുത്താലും കറണ്ട് വരില്ല. വരരുത്. നമുക്ക് പുലരും വരെ ഇങ്ങനെ നിൽക്കാം. സാറിനെ മുഴുവട്ട. ഈ വട്ടിന് ഒരു പ്രത്യേക സുഖം. സ്വർഗത്തിലെ കട്ടുറുമ്പാവും വരുന്നുണ്ടവള്. ഈ കറണ്ട് പോയ സമയത്ത് ഓൾക്ക് എന്താ ഇവിടെ കാര്യം? പാർവതി, ആരടാ ചേച്ചി? ബോക്സ്, മാജിക് ബോക്സ് അവിടെ അതുകൊണ്ട് ചേച്ചി. ഇവനെന്താ വൈകുന്നേ? എന്താടാ, കിട്ടിയോ? ജസ്റ്റ് മിസ് ചേച്ചി, അല്ലെങ്കിൽ ആ മാജിക് ബോക്സ് ഞാൻ പൊക്കിയാനെ. അപ്പൊ കിട്ടിയില്ലേ? നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലാന്ന് നീ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണല്ലോ പ്രതാപ. ചേച്ചി, എനിക്ക് ഒരു ചാൻസ് കൊടുത്താ. തോറ്റു പരീക്ഷ എഴുതാൻ ഇതെന്താ 10ാം ക്ലാസ്സോ? അവനിനി ഒരു ചാൻസും കൂടെ വേണമെന്ന്. വെറുതെ വേഷം കെട്ടിയത് മിച്ചം. അവന്റെ ഒരു ഫാൻസി ഡ്രസ്. ചേച്ചി, മുത്തപ്പനാണ് സത്യം, ഞാൻ ആ മാജിക് ബോക്സ് പൊക്കിയിരിക്കും. ഇത് സത്യം സത്യം സത്യം. അയ്യോ, ഒന്ന് ഇറങ്ങി പോകാവോ പ്രതാപ? നിന്നെ കാണുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കാം. ചേച്ചി, ആക്ടിങ് സൂപ്പർ. ഓ, എന്താ സ്റ്റോറി ടെല്ലിംഗ്! ട്വിസ്റ്റിന്മേൽ ട്വിസ്റ്റ് ആണല്ലോ. ചേച്ചി സിനിമയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് സൂപ്പർ ഹിറ്റ് ആയിരിക്കും, അതിലൊരു സംശയം വേണ്ട. പക്ഷേ ആത്മാവിനെ വരുത്തുന്നത് ഗായത്രിയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കിയത് ഞാൻ. വിശാലിന് അമ്മ ഇല്ലാതാക്കിയത് ഞാൻ. അവനെ കൊണ്ട് എന്നെ അമ്മയെന്ന് വിളിപ്പിച്ചത് ഞാൻ.
ആ അമ്മയുടെ ആത്മാവിനെ കാണാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുന്നതും ഈ ഞാൻ. ആ ആത്മാവിനെ ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. സമ്മതിച്ചു ചേച്ചി, സമ്മതിച്ചു. ദേ, ചേച്ചിയുടെ ബ്രദറായിട്ട് ജനിച്ചതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട് പ്രതാപ. ആ പാർവതി ഈ വീട്ടിൽ വന്ന് കാല് കുത്തിയത് മുതൽ നമുക്ക് ശനിദശയാ. നമുക്ക് വിശാൽ വഴി അവളെ ഇവിടുന്ന് തുരത്തണം. അവൾ ഇവിടുന്ന് പോയാലേ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഇവിടെ നിന്ന് അനുഭവിക്കാൻ പറ്റൂ. പാർവതിയുടെ ദിവ്യദൃഷ്ടിയിൽ കണ്ടതെല്ലാം സത്യം തന്നെയാണെങ്കിൽ അതിനു പിന്നിൽ ഗായത്രിയുടെ ആത്മാവ് തന്നെയായിരിക്കാം. അതുകൊണ്ടാ വിശാല് വഴി ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ ഞാൻ തീരുമാനിച്ചത്. പാർവതിയെ കൊണ്ട് ഗായത്രി ദേവിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തണം. ചേച്ചി, അവിടെയാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ഗായത്രി യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ നമ്മൾ ചെയ്തു കൂട്ടിയതൊക്കെ വിളിച്ചു പറയില്ലേ? നമ്മൾ കുടുങ്ങില്ലേ? ദേ, ഇത് ഒരുമാതിരി വല്ലാത്ത ഐഡിയ ആയിപ്പോയി ചേച്ചി. എടാ, നീ പേടിക്കാതെ പ്രതാപ. ഗായത്രിയുടെ ആത്മാവ് വന്നാൽ അതിന്റെ കാര്യത്തിനൊരു തീരുമാനമാവും. ആത്മാനന്ദ സ്വാമികളെ ഞാൻ ആണ്ടുപൂജയ്ക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം അവളുടെ ആത്മാവിനെ ബന്ധിച്ചുകൊള്ളും. പിന്നെ പാർവതിക്ക് ഗായത്രി ദേവിയുടെ ആത്മാവിനെ കാണണമെങ്കിൽ നമ്മളോട് പെർമിഷൻ ചോദിക്കണം. ഓ, ഇപ്പോഴെനിക്ക് മനസ്സമാധാനമായത്. അപ്പൊ ചേച്ചിയോട് കളിച്ചാൽ മനുഷ്യനെ മാത്രമല്ല ആത്മാവിനെ പോലും കളി പഠിപ്പിക്കും. അതോടെ വിശാൽ പഴയ പോലെ ചേച്ചിയുടെ പിന്നാലെ വാലാട്ടി വരും. ഈ വീട് നമ്മൾ ഭരിക്കും. ചേച്ചി റാണി, ഞാൻ മന്ത്രി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.